മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജു ആണെങ്കിൽ മേഘനാഥൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, തൻ്റെ നിർത്തടോ തൻ്റെ അഭിനയങ്ങളെല്ലാം. താൻ എന്താടോ വിചാരിച്ചത്? എൻ്റെ മുന്നിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞാൻ തൻ്റെ കൂടെ വന്ന് ഇരിക്കുമെന്നും തൻ്റെ കൂടെ സ്നേഹിക്കുമെന്നൊക്കെ താൻ വിചാരിച്ചോ? തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാനൊന്നും എനിക്കിനി വയ്യ. അങ്ങനെ ഒരു ജീവിതം കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ താനും തൻ്റെ ആ ഭാര്യയും ആ കുഞ്ഞും അവിടെ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണോ ഞാൻ നിനക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരിക എന്നൊക്കെ നമ്മുടെ മഞ്ജു നമ്മുടെ മേഘനാഥൻ്റെ മുഖത്തൊക്കെ പറയുന്നുണ്ട്. മേഘനാഥനാകെ വല്ലാതെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ മേഘനാഥൻ പറയുന്നുണ്ട്, എന്താ മോളെ, എന്താ നീ സംസാരിക്കുന്നത്? നീ അതോ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, നിർത്തടോ, മതിയാക്കിക്കോ തൻ്റെ ഈ അഭിനയം. ആരുടെ മുമ്പിലാണ് ഈ അഭിനയം കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മഞ്ജു ആ വീഡിയോ നമ്മുടെ മേഘനാഥൻ്റെ നേരെ കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മേഘനാഥന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് തന്നെ. അങ്ങനെ മഞ്ജു മേഘനാഥനോട് പറയുന്നുണ്ട്, താൻ എന്താടോ വിചാരിച്ചത്? എന്നെയും എൻ്റെ ഏട്ടനെയും പറ്റിച്ചിട്ട് എൻ്റെ സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിലോട്ടാക്കാമെന്നോ തനിക്കങ്ങനെ കോടീശ്വരനാവുമെന്നൊക്കെയായിരുന്നോ തൻ്റെ വിചാരമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എന്നാൽ ആ വിചാരങ്ങളൊന്നും ഇനി നടക്കില്ല. കാരണം എൻ്റെ പേരുള്ള ഒരു ചില്ലി കാശ് പോലും തനിക്ക് എൻ്റെ ഏട്ടനോ ഞാനോ തരില്ല. ഇന്നത്തോടെ നമ്മളുടെ ബന്ധം കഴിയാണ്. ഞാൻ സാഗരേട്ടൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി പോവാണ്. എന്നെ സ്നേഹിക്കുന്നതും എന്നെ ഇത്രയും കാലം കരുതലോടെ കൊണ്ടു നടന്നതും സാഗരേട്ടനാണ്. എനിക്ക് തന്നെ ഇനി വേണ്ടടോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മഞ്ജു മേഘനാഥൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിൽ. ആണെന്ന് പറഞ്ഞ ഒരു പെണ്ണിൻ്റെ ശരീരം ആഗ്രഹിക്കുന്നവനല്ലടോ, അവളെ സ്നേഹിക്കുകയും കരുതലോടെ കൊണ്ടു കിടക്കുകയും വേണം. അതാണ് ആണ് എന്നൊക്കെ നമ്മുടെ മഞ്ജു മേഘനാഥൻ്റെ മുഖത്ത് നോക്കി ഭയങ്കര വാശിയിൽ സംസാരിക്കുന്നുണ്ട്. തൻ്റെ മുമ്പിൽ കൂടെ ഞങ്ങൾ ജീവിച്ച് കാണിക്കും ഞാനും സാഗരേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു അങ്ങ് റൂമിലോട്ട് കയറി പോകുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ്റെ മുമ്പിൽ ഓരോ മനസ്സിലിങ്ങനെ ഓരോ കാര്യങ്ങൾ മഞ്ജുവിനെയും സാഗറിനെയും പറ്റി ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവൾ എന്നെ ഇത്രയും കാലം ചതിക്കുകയായിരുന്നു, ആ സാഗറും ഇവളും കൂടെ. ആരെയും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനെയും ഞാൻ ഇല്ലാതാക്കും. അങ്ങനെ നീ എന്നെ മോഹിപ്പിച്ചിട്ട് കടന്നു കളയാമെന്ന് വിചാരിക്കേണ്ട മഞ്ജു എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ മഞ്ജുവിനോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ണനോട് നമ്മുടെ മഞ്ജു സാഗറിനെ പറ്റിയുള്ള കാര്യങ്ങൾക്ക് പറയുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ മേഘനായിട്ടുള്ള വേർപേരിൽ എപ്പോഴാണ് വരിക എന്നൊക്കെ നമുക്ക് കേട്ടറിയാം. അപ്പോൾ മറ്റൊരു പ്രൊമോ ആയിട്ട് കാണാം. ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.